Hello everyone, welcome once again to my channel Incredible English. ഇന്നിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 റൂൾസ്. അത് കമ്മ്യൂണിക്കേഷനിലാവാം അല്ലെങ്കിൽ എഴുതുമ്പോഴാവാം, എപ്പോഴും നമ്മൾ കെയർഫുൾ ആവേണ്ട 3 ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് സെന്റൻസിന്റെ ഫോർമാറ്റ്. ഇംഗ്ലീഷിലെ സെന്റൻസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. മലയാളത്തിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ഇവിടെ എപ്പോഴും ഫസ്റ്റ് പൊസിഷനിൽ സബ്ജക്റ്റ് വരണം, സെക്കൻഡ് പ്ലേസിലെ വെർബ് ആൻഡ് തേർഡ് പ്ലേസിലെ ഒബ്ജക്റ്റ്. ഈ വെർബ് എന്ന് പറയുന്നത് മെയിൻ വെർബ് മാത്രമല്ല, ഹെൽപ്പിംഗ് വെർബ്സും കാണും. ഹെൽപ്പിംഗ് വെർബ്സിനുള്ള എക്സാമ്പിൾസ് പറഞ്ഞാൽ ഈസ്, ആം, ആർ, വാസ്, വെയർ അല്ലെങ്കിൽ വിൽ, ഷാൽ പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഹെൽപ്പിംഗ് വെർബ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അവരെ ഓക്സിലറീസ് എന്നും പറയാം. അപ്പം ഈ ഓക്സിലറീസും വരും. അപ്പൊ ഏതാണെങ്കിലും വെർബായിട്ട് വരുന്ന ആൾക്കാർ സെക്കൻഡ് പൊസിഷനിലും അവസാനം ഒബ്ജക്റ്റും. ഇനി എന്താണ് ഈ സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്? സബ്ജക്ട് എന്ന് പറയുന്നത് ആ പ്രവൃത്തി ചെയ്യുന്നയാള്, ഡൂവർ ഓഫ് ആൻ ആക്ഷൻ. ഏതൊരു പ്രവൃത്തിയെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് അത് ചെയ്യുന്നയാളാണ് സബ്ജക്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആരെ കുറിച്ചാണോ ആ സെന്റൻസിൽ പറയുന്നത് അതാണ് അവിടുത്തെ സബ്ജക്ട്. ഇനി വെർബ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു ആക്ഷൻ ആണ്. നമ്മൾ അവിടെ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെയാണ് അവിടെ എന്തെന്ന് പറയുന്നത്, ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ, ഈ ഡൂവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് അനുഭവിക്കുന്നയാള്, അല്ലെങ്കിൽ ആ പ്രവൃത്തി ആരിലാണോ ചെയ്യുന്നത്, ആരോടാണോ ചെയ്യുന്നത്, എന്തിലേക്കാണോ ചെയ്യുന്നത്, അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കുമുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സെന്റൻസ് സ്ട്രക്ചർ ആണ് SVO എന്ന് നമ്മൾ പറയുന്നത്. ഇതിന്റെ കൂടെ പല അഡീഷൻസും വരും, ചിലപ്പോൾ ഡിലീഷൻസും കാണും. ഒബ്ജക്റ്റ് ഇല്ലാതെ നമ്മൾ കാണാറുണ്ട്. ഹി റാൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല, ബട്ട് ഹി റാൻ വിത്ത് എ സ്റ്റിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒബ്ജക്റ്റ് വന്നു. അപ്പൊ അതിന്റെ കൂടെ ഈ വിത്തും എയും ഒക്കെ വരുമ്പോൾ ദറ്റ് ഈസ് അഗെയിൻ ഒത്തിരി കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമ്മൾ പറയണത് സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള സെന്റൻസ് സ്ട്രക്ചറിനെ കുറിച്ച് മാത്രമാണ്. അപ്പം സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഡൂവർ ആണ്, പ്രവൃത്തി ചെയ്യുന്നയാളാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ്, എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിസീവർ എന്ന് പറയും. ഈ പ്രവൃത്തിയുടെ ഫലം സ്വീകരിക്കുന്നയാൾ അല്ലെങ്കിൽ ആരോടാണോ ചെയ്യുന്നത് അതിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്നും പറയുന്നു. ഇനി ഇവിടെ നമ്മൾ 2 എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷീ അയേൺസ് ഹെർ ഡ്രസ്. എന്റെ അർത്ഥം എന്താണ്? അവള് തുണി ഇസ്തിരി ഇട്ടു, അല്ലെങ്കിൽ എന്താണ്, തേച്ചു, തുണി തേക്കുന്നു. ആ ഒരു പ്രവൃത്തിയാണ് അയൺസ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ സബ്ജക്ട് എന്താണ്? ഷീ, അവളാണ് അത് ചെയ്യുന്നത്. സോ ഷീ ഈസ് ദ സബ്ജക്ട്. ഷീ എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. അതടുത്ത റൂൾ നമ്പർ 2 നമുക്കത് കാണാം. ഷീ എന്ന് പറയുന്നത് അവിടുത്തെ പ്രോനൗൺ അല്ല, അവിടുത്തെ സബ്ജക്റ്റ് ആണ്. ഇറ്റ്സ് എ പ്രോനൗൺ, ബട്ട് ഇവിടുത്തെ സബ്ജക്റ്റ് ആണത്. ഷീ എന്ന് പറയുന്ന സബ്ജക്ട്, ഡൂവർ ഓഫ് ആൻ ആക്ഷൻ. അയേൺസ് എന്ന് പറയുന്നതാണ് അവൾ അവിടെ ചെയ്യുന്ന ആക്ഷൻ അഥവാ വെർബ്, അവിടുത്തെ പ്രവൃത്തിയാണ് അയേൺസ്, തേക്കുക. ഹെർ ഡ്രസ്സാണ് അയേൺ ചെയ്യുന്നത്. അപ്പം അത് സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തിലേക്കാണ് ചെയ്യുന്നത്? ഡ്രസ്സിലേക്കാണ്. സോ ഡ്രസ് ഈസ് ദ ഒബ്ജക്റ്റ്. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ, ഒന്നുകൂടെ ക്ലിയർ ആവും. റാം കിൽഡ് എ സ്നേക്ക്. രാമാണ് പ്രവൃത്തി ചെയ്യുന്നയാള്. സോ ഹി ഈസ് ദ സബ്ജക്ട്. അവൻ എന്താ ചെയ്തത്? ഒരു സ്നേക്കിനെ കിൽ ചെയ്തു. സോ കിൽഡ് എന്ന് പറയുന്നത് അവിടുത്തെ വെർബാണ്, ആക്ഷൻ ആണ്. എന്തിലേക്കാണ് ചെയ്തത്, എന്തിനെയാണ് കൊന്നത്, അതിന്റെ സഫറർ ആരാണ് അവിടെ, അത് റിസീവ് ചെയ്തത് ആരാണ്, ആ ഒരു പ്രവൃത്തി റിസീവ് ചെയ്തത് എന്താണ് അവിടെ, സ്നേക്ക് ആണ്. സോ സ്നേക്ക് അവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ഇനി ഒബ്ജക്റ്റിൽ തന്നെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നും ഒക്കെ പറയും. അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടും, ഡയറക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് രണ്ടും കൂടെ ചേർന്ന് വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ്, 2 ഒബ്ജക്ട്സ് വരുമ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നും നമ്മൾ അതിനെ പറയും. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് എല്ലാം ഡയറക്റ്റ് ഒബ്ജക്ട് മാത്രമുള്ള പ്ലെയിൻ ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഓക്കെ, അടുത്തപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ ബേസിക് സ്ട്രക്ചർ. എപ്പോഴും ഓർത്തോളുക, ഒരു ബേസിക് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, ക്വസ്റ്റ്യൻസിന്റെ കേസ് നമ്മളിവിടെ പറയുന്നില്ല. ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ അത് പൊസിഷൻ ചേഞ്ച് ആവും. അത് നമ്മൾ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇൻവേർട്ടഡ് സബ്ജക്ട് എന്നാണ് അവിടെ പറയുന്നത്. സബ്ജക്ട് സെക്കൻഡ് പൊസിഷനിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബേസിക് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പറഞ്ഞത്. ഒരു ബേസിക് സെന്റൻസ് സ്ട്രക്ചർ, ബേസിക് എന്ന് പറയുമ്പോൾ SVO. ദാറ്റ് ഈസ് റൂൾ നമ്പർ 1. ഇനി റൂൾ നമ്പർ 2.
എന്താണ് പ്രൊനൗൺസിന്റെ യൂസസ്. പ്രൊനൗൺസ്. അപ്പൊ ആദ്യം എന്താണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്? നൗൺസിന് പകരം, നൗൺ എന്ന് പറഞ്ഞാൽ നാമം, നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ, പദങ്ങൾ, അതിനെയാണ് നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ദാറ്റ് വിച്ച് ഈസ് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷില് പ്രൊനൗൺസിനെ തന്നെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് പ്രൊനൗൺസ് ആൻഡ് ഒബ്ജക്ട് പ്രൊനൗൺസ് എപ്പോഴും നമ്മൾ കാണുന്നതാണ്, അല്ലാതെ ഒത്തിരി ഉണ്ട്. ഇതില് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് സബ്ജക്ട് പ്രൊനൗൺസ് മാത്രമാണ്. വിച്ച് ആർ ദ സബ്ജക്ട് പ്രൊനൗൺസ് ഇൻ ഇംഗ്ലീഷ്? ഇംഗ്ലീഷിലെ സബ്ജക്ട് പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഐ, വി, യു, ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. 7 പേരാണുള്ളത്. 7 സബ്ജക്ട് പ്രൊനൗൺസ് ആണ് ഉള്ളത്. എന്തുകൊണ്ട് അവരെ സബ്ജക്ട് പ്രൊനൗൺസ് എന്ന് പറയുന്നു? അവരെ നമ്മൾ എപ്പോഴും സബ്ജക്ട് പൊസിഷനിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ, സെന്റൻസിന്റെ ലാസ്റ്റ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ചിലപ്പോൾ വരുന്ന സിറ്റുവേഷൻസും കാണും. പക്ഷെ എങ്കിലും ഇവര് സബ്ജക്ട് പൊസിഷനിൽ വരുന്നവരാണ്. സബ്ജക്ട് പൊസിഷൻ എന്ന് പറയുന്നില്ല, സബ്ജക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നവരാണ്. ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട്, ഡൂവർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന പ്രൊനൗൺസിനെയാണ് നമ്മൾ സബ്ജക്ട് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഈ സബ്ജക്ട് പ്രൊനൗൺസ് തന്നെ എന്തൊക്കെയുണ്ട്? സിംഗുലർ ആയിട്ടുള്ളവരുമുണ്ട്, പ്ലൂറൽ ആയിട്ടുള്ളവരുമുണ്ട്. സിംഗുലർ എന്ന് പറഞ്ഞാൽ സിംഗിൾ, ഒരെണ്ണമേ ഉള്ളൂ. ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം മതി ആരൊക്കെ വരും. ഐ ഉണ്ട്, ഐ, പിന്നെ ഏതാ ഉള്ളത്? ഹി, ഷീ, ഇറ്റ്. ഇതെല്ലാം തന്നെ എന്താണ്? യു. ഇതെല്ലാം തന്നെ സിംഗുലർ പ്രൊനൗൺസ് ആണ്. ഒരെണ്ണമാണ്. ഓരോന്നിന്റെ മീനിങ് നമുക്കറിയാം. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയുമ്പം മൈ, ദാറ്റ് ഈസ് ഡിഫറെന്റ്. സോ ഐ എന്ന് പറയുന്നത് ഞാൻ, എനിക്ക്, ആ ഞാൻ വരുന്നതാണ് ഐ. വി എന്ന് പറയുന്നത് നമ്മൾ. വി എന്ന് പറയുമ്പോൾ നമ്മൾ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്ലൂറലായി, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. യു, നീ, ഒരാളേ ഉള്ളൂ. ഹി, അവൻ, ഒരാളെ. ഷീ, അവൾ. ഇറ്റ്, അത്. ദേ, അവർ, അഗെയിൻ അത് പ്ലൂറലായി. അപ്പം സിംഗുലർ പ്രൊനൗൺസും ഉണ്ട്, പ്ലൂറൽ പ്രൊനൗൺസും ഉണ്ട്. സിംഗുലർ പ്രൊനൗൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ പ്രൊനൗൺസിനെ പ്ലൂറൽ പ്രൊനൗൺസിനെ നമ്മൾ വേർതിരിച്ച് അറിയണം. ബിക്കോസ് നമ്മൾ വെർബ് യൂസ് ചെയ്യുമ്പം അക്കോർഡിംഗ്ലി വേണം നമ്മൾ യൂസ് ചെയ്യുക. അതായത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയിട്ട് വേണം വെർബിനെ നമ്മൾ എഴുതാനായിട്ട്. അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കണം. ഈ പ്രൊനൗൺസിനെ തന്നെ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് പറയും. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ഐ ആണ്. ഐ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ. ഐ മാത്രമല്ല, വിയും ഉണ്ട്. ഐയും വിയും ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് ആണ്. സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഒറ്റൊരാളേ ഉള്ളൂ, യു. ഞാൻ എടുത്തു പറയുന്നു, നമ്മൾ ഇവിടെ സബ്ജക്ട് പ്രൊനൗൺസ് മാത്രമാണ് പറയുന്നത്, വേറെ ഒബ്ജക്ട് പ്രൊനൗൺ പറയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ലിസ്റ്റ് നീണ്ടുപോകും. ഇപ്പൊ നമ്മൾ സബ്ജക്ട് പ്രൊനൗൺസ് അതിലെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആണ് പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ പറഞ്ഞു യു മാത്രമേ ഉള്ളൂ. തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ മൂന്നാമതൊരാള് ആരൊക്കെ വരും? ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. അപ്പൊ ഇത്രയുമാണ് റൂൾ നമ്പർ 2, അതായത് പ്രൊനൗൺസ്. അപ്പൊ പ്രൊനൗൺസ് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. സബ്ജക്ട് പൊസിഷനിൽ വരുന്നവരെ മാത്രമേ സബ്ജക്ട് പൊസിഷനിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ചിലപ്പോഴൊക്കെ ചില സെന്റൻസിൽ മീ എന്ന് പറയുന്നതിനെ ഫസ്റ്റ് പൊസിഷനിൽ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് റോങ്. യു ആൻഡ് മീ എന്ന് പറയില്ല, യു ആൻഡ് ഐ എന്നേ പറയാൻ പാടുള്ളൂ. കാരണം ഐ എന്ന് പറയുന്നതാണ് സബ്ജക്ട് പ്രൊനൗൺ, മീ എന്ന് പറയുന്നത് ഒബ്ജക്ട് പ്രൊനൗൺ ആണ്. അത് ഒബ്ജക്ട് പൊസിഷനിലേ വരാവുള്ളൂ, അതായത് ലാസ്റ്റിലേ വരാവുള്ളൂ, തുടക്കത്തിൽ വരാൻ പാടില്ല. ഇപ്പൊ അങ്ങനെ നമ്മൾ എഴുതി കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആസ് പെർ ദ റൂൾ ഇറ്റ് ഈസ് റോങ്. അപ്പൊ റൂൾ നമ്പർ 2 കഴിഞ്ഞു. ഇനി റൂൾ നമ്പർ 3, അനദർ ഇമ്പോർട്ടന്റ് തിങ് എന്താണ്? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് കോൺകോർഡ് എന്നതിനെ പറയും. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഓർ സബ്ജക്ട് വെർബ് കോൺകോർഡ്. സബ്ജക്റ്റും വെർബും തമ്മിൽ യോജിപ്പുണ്ടായിരിക്കണം. അവർ തമ്മിൽ എഗ്രി ചെയ്യണം. അവർ തമ്മിൽ എഗ്രി ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സബ്ജക്ട് സിംഗുലർ ആകുവാണെങ്കിൽ, സബ്ജക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഡൂവർ ഓഫ് ആൻ ആക്ഷൻ, പ്രവൃത്തി ചെയ്യുന്നയാള്, അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ നമ്മൾ പറയുന്നത്, അതാണ് സബ്ജക്ട്. ഇപ്പൊ സബ്ജക്റ്റിലായിട്ട് എന്തൊക്കെ വരാം? ഒരു നെയിം വരാം, ആരുടെയെങ്കിലും ഒരു പേര് വരാം, ഏതെങ്കിലും ഒക്കെ പ്രൊനൗൺസ് വരാം, ഈവൻ ആനിമൽസ് വരാം, എന്ത് വേണേ എല്ലാം വരാം. സിംഗുലർ ഫോമും വരാം, പ്ലൂറൽ ഫോമും വരാം.
അതില് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിനി പറയാം. അതിനു മുമ്പ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിലോ ഡെഫിനറ്റ്ലി വെർബും പ്ലൂറൽ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വെർബിനെ സിംഗുലർ ആക്കാം. ഒരു സെന്റൻസ് കിട്ടിയാൽ സബ്ജക്ട് സിംഗുലർ ആണ്, സോ നമുക്ക് വെർബിനെ സിംഗുലർ ആക്കണം. സിമ്പിൾ ആണ്. വെർബിനെ സിംഗുലർ ആക്കാൻ ബി കെയർഫുൾ. പ്ലൂറൽസ് നമ്മൾ നൗൺസിന്റെ ഒക്കെ സിംഗുലർ പ്ലൂറൽ ഫോം എഴുതുന്നതല്ല ഇത്. ഇറ്റ്സ് ഡിഫറെന്റ്. ഇവിടെ ഡിഫറൻസ് ആണ്. വെർബിനെ സിംഗുലർ ആക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ടു മേക്ക് ദ വെർബ് സിംഗുലർ, യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ സ്ക്രീൻ. സ്ക്രീനിൽ കാണാൻ പറ്റുന്നെന്ന് വിശ്വസിക്കുന്നു. സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് എസ്, es or ies. ഇത് മൂന്നില് ഈ എസിന് മുൻപ് ഞാനൊരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അതിനെ നമ്മൾ വേറൊരു വേർഡിന്റെ കൂടെ ക്ലബ് ചെയ്യുവാണ്. ഏതാണോ വെർബ് വെർബിന്റെ കൂടെ എഴുതുകയാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഏതൊക്കെയാണ്? എസ് ആഡ് ചെയ്യാം, ഇഎസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഐഇഎസും ആഡ് ചെയ്യാം. എവിടെ എസ് ആഡ് ചെയ്യും? എസ് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. പ്ലേ എന്തായിട്ട് മാറുന്നു? പ്ലേസ്. പ്ലേ എന്നുള്ളതാണ് വെർബെങ്കിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹി പ്ലേസ്, എസ് ആഡ് ചെയ്യാം. ഷീ പ്ലേസ്, ഇറ്റ് പ്ലേസ്. ഓക്കെ, ഐയും യു അവിടെ നിൽക്കട്ടെ, അതിപ്പോ പറയുന്നില്ല. അവർ സിംഗുലർ ആണ്, അവർ സിംഗുലർ പ്രൊനൗൺസ് ആണ്, ബട്ട് അവർ എക്സെപ്ഷനിൽ വരുന്നവരാണ്. അത് നമുക്ക് അവസാനം പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹി, ഷീ ആൻഡ് ഇറ്റ്, ഈ മൂന്ന് സിംഗുലർ പ്രൊനൗൺസ്. ഇനി അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു നെയിം, ആരുടെയെങ്കിലും ഒരു നെയിം, അല്ലെങ്കിൽ നമ്മൾ ദ ക്യാറ്റ്. ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്യാറ്റേ ഉള്ളൂ. ദ ക്യാറ്റ് ഡ്രിങ്ക്സ്, ദ ക്യാറ്റ് പ്ലേസ്. അപ്പൊ സിംഗുലർ ആക്കാൻ നമ്മൾ എന്ത് ആഡ് ചെയ്തു? ഇവിടെ എസ് ആഡ് ചെയ്തു. പക്ഷെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഎസും ആഡ് ചെയ്യും, ഐഎസും ആഡ് ചെയ്യും. എവിടെ? ഇഎസ് ആഡ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ വേർഡ് പറഞ്ഞാല് പുഷ്. പുഷ് എന്ന് പറഞ്ഞാൽ എന്താ? തള്ളുക. പുഷ്. ഷീ പുഷസ്, പുഷസ്. പുഷ് എന്നുള്ള വേർഡിന്റെ കൂടെ അതിനെ സിംഗുലർ ആക്കണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇഎസ് ആണ്. ടീച്ച്. ടീച്ചിനെ സിംഗുലർ ആക്കണമെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ്, ഇഎസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് സി എച്ചിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ്, എസ് എച്ചിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ്, ഓ, പിന്നെ ഉണ്ട് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഓ ഉണ്ട്, സെഡ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് ഒക്കെ വരുമ്പോൾ എക്സ്, ഇതൊക്കെ വരുമ്പോൾ ഫിക്സ് ആണെങ്കിൽ ഫിക്സസ്, ഗോ ആണെങ്കിൽ ഗോസ്, ഡു ആണെങ്കിൽ ഡസ്, ഇഎസ് ആണ് ആഡ് ചെയ്യുന്നത്. അതിനെയൊക്കെ സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്? ഇഎസ് ആണ്. ഓക്കെ, അപ്പം ലിസ്റ്റ് ഓഫ് വേർഡ്സ് പറഞ്ഞാൽ സി എച്ച്, എസ് എച്ച്, ഒ, എക്സ് ഇതുപോലെയുള്ള ലെറ്റേഴ്സിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിനെ പ്ലൂറൽ ഫോം, സിംഗുലർ ഫോം ആക്കാൻ വേണ്ടിയിട്ട് ഇഎസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തൊരാളും കൂടെ പറയുന്നുണ്ട് ഐഇഎസ്. ഐഇഎസ് ആഡ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ. ട്രൈ എന്നുള്ളൊരു വേർഡ്. അപ്പൊ നമ്മൾ ചിന്തിക്കും ട്രൈ എന്നുള്ള വേർഡിന്റെ എൻഡിങ് ലെറ്റർ വൈ ആണ്. മുമ്പ് പ്ലേ പറഞ്ഞപ്പോ പ്ലേസ് എന്നാണ് എഴുതിയത്. അപ്പൊ ട്രൈ എഴുതുമ്പോൾ TRY എസ് എന്ന് എഴുതിയാൽ പോരെ? പറ്റില്ല. ബിക്കോസ് പ്ലേ എന്നുള്ള വേർഡ് എഴുതുമ്പോൾ വൈ എന്നുള്ള ആൽഫബറ്റിന് മുമ്പ്, ലെറ്ററിന് മുമ്പ് എ ആണ് കിടക്കുന്നത്. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് എ വവൽ. അങ്ങനെയും ഒരു റൂൾ ഉണ്ട്. വവൽസ് എന്നും കോൺസണൻസ് എന്നും ആൽഫബറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. വവൽസിന് മുമ്പ് നമ്മൾ, വവൽസ് അല്ല വവൽ സൗണ്ട്സിന് മുമ്പ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ TRY എന്ന് നമ്മൾ പറയുമ്പോൾ വൈന് മുൻപ് കിടക്കുന്നത് R ആണ്. R ഈസ് എ കോൺസണന്റ്. അപ്പോൾ കോൺസണന്റ് സൗണ്ട്സ് ആണ് വൈന് മുൻപ് വരുന്നതെങ്കിൽ അതിനെ പ്ലൂറൽ, സിംഗുലർ ആക്കാൻ വേണ്ടി, ഓൾവേസ് പ്ലൂറൽ എന്ന് പറയുന്നത്, സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട് വൈയെ റീപ്ലേസ് ചെയ്ത് IES എന്നാണ് എഴുതേണ്ടത്. ട്രൈ എന്തായിട്ട് മാറുന്നു? ട്രൈസ് എന്നായിട്ട് മാറുന്നു. ക്രൈ, ക്രൈസ്. സ്പെല്ലിംഗ് എങ്ങനെ വരും? CRIES. ആ IES ആണ് നമ്മളിവിടെ പറയുന്നത്. വൈയിലാണ് എൻഡ് ചെയ്യുന്നത്. വൈന് തൊട്ടു മുമ്പുള്ള ആ ഒരു ലെറ്റർ
ദാറ്റ് പെനൾട്ടിമേറ്റ് ലെറ്റർ, തൊട്ട് മുമ്പുള്ള ലെറ്റർ കോൺസണന്റ് ആണെങ്കിൽ, പി, ബി, ആർ ഇതെല്ലാം കോൺസണന്റ് സൗണ്ട്സ് ആണ്, അതാണ് വരുന്നതെങ്കിൽ, കോൺസണൻസ് ആണ് വരുന്നതെങ്കിൽ വൈയെ എന്തായിട്ട് മാറുന്നു? IES എന്നാണ് മാറ്റുന്നത്, സിംഗുലർ ആക്കാൻ. ഇനി വൈക്ക് മുൻപുള്ളത് ഒരു വൗവലാണ്, വൗവൽ സൗണ്ട് ആണെങ്കിൽ സിംപ്ലി എസ് ആഡ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ എങ്ങനെയാണ് സിംഗുലർ. അപ്പൊ സിംഗുലർ ആക്കാൻ എന്താ ചെയ്യണത്? കിട്ടുന്ന വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ES അല്ലെങ്കിൽ IES സ്പെല്ലിംഗ് അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുക. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹി ഹോൾഡ്സ് എ കിറ്റൺ, പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഇതെല്ലാം വരുന്നത് പ്രസന്റ് ടെൻസിലുള്ള സിനാറിയോ ആണ്. ഈ സബ്ജക്ട് സിംഗുലർ, വെർബ് സിംഗുലർ വരുന്നത്. പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ഹി ടോക്ഡ്, ഹി ടോക്സ് എന്ന് എഴുതാൻ പറ്റില്ല, ഹി ടോക്ഡ് അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ പ്രസന്റ് ടെൻസിൽ സെന്റൻസസ് ഫ്രെയിം ചെയ്യുമ്പോഴാണ് ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് നമ്മൾ വളരെയധികം കെയർഫുൾ ആവേണ്ടത്. അപ്പം ഹി ഹോൾഡ്സ് എ കിറ്റൺ, അവൻ ഒരു കിറ്റനെ കൈ പിടിച്ചിരിക്കുന്നു, ഹോൾഡ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹി എന്ന് പറയുന്നത് സിംഗുലർ പ്രോനൗൺ ആണ്, ഒരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹോൾഡ് എന്നുള്ള വെർബിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഹി ഹോൾഡ്സ് എ കിറ്റൺ, വെർബ് എന്താണ് അവിടുത്തെ? ഹോൾഡ് ആണ്. ഹോൾഡിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഹോൾഡ്സ് എന്നുള്ള സിംഗുലർ വെർബ് കിട്ടി. അടുത്ത ലൈൻ നോക്കിക്കേ, അടുത്ത സെന്റൻസ് നോക്കിക്കേ. ദേ ഹോൾഡ് എ കിറ്റൺ, ദേ ഹോൾഡ് എ കിറ്റൺ. ദേ അവര് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ, പ്ലൂറൽ ആണ്. പ്ലൂറൽ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, വെർബിനെ ആ സജ്ജിട്ടാൽ മതി. ദേ ഹോൾഡ് എ കിറ്റൺ എന്ന് പറഞ്ഞാൽ അവര് കിറ്റണെ പിടിച്ചിരിക്കുന്നു, അവിടെ എസ് ആഡ് ചെയ്തിട്ടില്ല. വെർബ് ഹോൾഡ് പ്ലൂറൽ ഫോം തന്നെയാണ്. അപ്പൊ ടു മേക്ക് ദ വെർബ് സിംഗുലർ ആഡ് എസ്, ES ഓർ IES. അപ്പൊ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഐയും യുവും സിംഗുലർ സബ്ജക്റ്റ് ആണ്, സിംഗുലർ പ്രോനൗൺസ് ആണ്. സിംഗുലർ പ്രോനൗൺസിന്റെ കൂടെ എന്താ വരേണ്ടത്? സിംഗുലർ വെർബ് ആണ് അല്ലേ? പക്ഷേ ഐയും യുവും എക്സെപ്ഷൻ ആണ്. ദോ ഐ ആൻഡ് യു ആർ സിംഗുലർ, അവർ രണ്ടുപേരും സിംഗുലർ ആണെങ്കിലും അവരുടെ കൂടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ വെർബ് മാത്രമാണ്. ദാറ്റ് ഈസ് ദ റൂൾ. പ്ലൂറൽ വെർബേ യൂസ് ചെയ്യാവുള്ളൂ. ഇവിടെ ഹീക്ക് പകരം ഐ ആയിരുന്നു എന്നിരിക്കട്ടെ. നമ്മുടെ സെന്റൻസ് ഐ ഹോൾഡ് എ കിറ്റൺ, ഹോൾഡ്സ് എന്ന് എഴുതാൻ പാടില്ല. ഐ ഹോൾഡ് എ കിറ്റൺ. യു ആണെങ്കിലും യു ഹോൾഡ് ദിസ്, യു ഹോൾഡ് ദിസ് പെൻ, യു ഹോൾഡ് ദിസ് ബാസ്കറ്റ്, ഇതൊന്ന് പിടിക്കൂ. ഹോൾഡ്. യു ആണെങ്കിലും ഐ ആണെങ്കിലും എന്തേ പാടുള്ളൂ? പ്ലൂറൽ വെർബ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ദ റൂൾ. അപ്പൊ ഇത്രയുമാണ് റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്. സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ് ആണ്. റൂൾ നമ്പർ 2 എങ്ങനെയാണ് പ്രോനൗൺസ്, വിച്ച് ആർ ദ പ്രോനൗൺസ് ഇൻ ഇംഗ്ലീഷ്. ആൻഡ് റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അഥവാ സബ്ജക്ട് വെർബ് കോൺകോർഡ്. When the subject is singular, verb also singular. When the subject is plural, verb also plural. But for I and you, there is an exception. I യുടെയും യു യുടെയും കൂടെ എന്ത് മാത്രമേ വരാവുള്ളൂ? പ്ലൂറൽ വെർബ് മാത്രമേ വരാവുള്ളൂ. എങ്ങനെ ഒരു വെർബിനെ സിംഗുലർ ആക്കാം എന്ന് ചോദിച്ചാൽ ആഡ് എസ്, ES ഓർ IES അക്കോർഡിംഗ് ടു ദ സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് അനുസരിച്ച് SES അല്ലെങ്കിൽ IES ആഡ് ചെയ്യുക. IES ആഡ് ചെയ്യണത് when the words end in Y and the penultimate letter, തൊട്ട് മുമ്പുള്ള ലെറ്റർ, വൈക്ക് തൊട്ട് മുമ്പുള്ള ലെറ്റർ ഒരു കോൺസണന്റും ആണെങ്കിൽ വൈയെ നമ്മൾ IES എന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. ES ആഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് വേർഡ്സ് നമ്മൾ പറഞ്ഞു. CHൽ എൻഡ് ചെയ്യുന്നത്, Xൽ എൻഡ് ചെയ്യുന്നത്, O അങ്ങനെയുള്ള സെറ്റ് ഓഫ് വേർഡ്സ്. അപ്പൊ ഇത് 3 റൂൾസ് നമ്മൾ എപ്പോഴും എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും കെയർഫുൾ ആവേണ്ട കാര്യമാണ്. Hope this is useful to you. See you soon. Thank you.